നമസ്കാരം, ചുങ്കത് ജ്വല്ലറി മൂവി കഫേയിലേക്ക് സ്വാഗതം. 2013 തുടക്കം മുതൽ ചിത്രങ്ങൾ ധാരാളമായി എത്തിയെങ്കിലും ചുരുക്കം ചിത്രങ്ങൾ മാത്രമാണ് തിയേറ്ററിൽ ചലനം സൃഷ്ടിച്ചത്. പലതും പ്രതീക്ഷകൾക്കൊത്ത് ഉയരാത്തത് പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയെങ്കിലും ഈ ആഴ്ച എത്തിയ ചിത്രങ്ങൾ പുത്തൻ അനുഭവങ്ങളാണ് പകർന്നു നൽകിയത്. ശക്തമായ പ്രമേയം അടിസ്ഥാനമാക്കി ഒരുക്കിയ ചിത്രങ്ങളായിരുന്നു എന്നതും അവതരണ മികവും മലയാളത്തിൽ നിന്നെത്തിയ 4 ചിത്രങ്ങളുടെയും സ്വീകാര്യത വർദ്ധിപ്പിച്ചു. ബോളിവുഡിൽ നിന്നും എത്തിയത് മർഡർ 3 ആണ്. ഏറ്റവും പുതിയ ചലച്ചിത്ര വിശേഷങ്ങളുമായി മൂവി കഫേയുടെ പുതിയ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നാല് മലയാള ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തി. സെല്ലുലോയിഡ്, ബ്രേക്കിംഗ് ന്യൂസ് ലൈവ്, ബ്ലാക്ക് ബട്ടർഫ്ലൈ, ഹൗസ്ഫുൾ എന്നിവയാണ് ഈ ആഴ്ച തിയേറ്ററുകളെ സജീവമാക്കിയത്. ഒരു പത്രവാർത്തയെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങൾ പ്രമേയമാക്കി സുധീർ അമ്പലപ്പാട് സംവിധാനം ചെയ്ത ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന ചിത്രം തിയേറ്ററുകളിലെത്തി. ആൾക്കാരെ ഒന്ന് ഭയക്കണം. കാവ്യമാധവൻ, വിനീത്, മൈഥിലി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രത്തിലൂടെ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് സംവിധായകൻ അവതരിപ്പിച്ചിരിക്കുന്നത്. ജയ്ഹിന്ദ് TV സീനിയർ സബ് എഡിറ്റർ ജി കിഷോറാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഒരുക്കിയ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് രഞ്ജിത് കുമാറാണ്. ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. മെസ്സേജ് ഉണ്ട് സിനിമയിൽ. സ്ത്രീകൾ ഒരുമിച്ച് നിന്നാൽ പല കാര്യങ്ങളും ചെയ്യാമെന്ന് പറയുന്നൊരു മെസ്സേജ് ഉണ്ട് സിനിമയിൽ. കാവ്യ നന്നായിട്ടുണ്ട്. മലയാള സിനിമയുടെ ചരിത്രം പ്രതിപാദിക്കുന്ന കമൽ ചിത്രം സെല്ലുലോയിഡ് തിയേറ്ററുകളിലെത്തി. മലയാള സിനിമയുടെ പിതാവിനെയാണ് കമൽ ചിത്രത്തിലൂടെ പുനർജീവിപ്പിച്ചത്. ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിക്കുന്നത്. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ക്യാമറ വർക്കും അതേപോലെ തന്നെ എഡിറ്റിംഗ് ഒക്കെ വളരെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ പൃഥ്വിരാജ് അതിമനോഹരമായിട്ട് ഡാനിയൽ എന്നുള്ള കഥാപാത്രത്തിന് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി സിനിമ. സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് രാജേട്ടന് ഉറപ്പാണ്. അത്രയ്ക്ക് നല്ല ഗംഭീര പെർഫോമൻസ് വിതരണക്കാരുടെ വിലക്ക് മൂലം വാർത്താ പ്രാധാന്യം നേടിയ ചിത്രമായിരുന്നു സെല്ലുലോയിഡ്. മലയാള സിനിമയുടെ സൃഷ്ടാവ് JC ഡാനിയലിന്റെ ജീവിതം പ്രമേയമാക്കിയാണ് കമൽ ചിത്രം സംവിധാനം ചെയ്തത്. പൃഥ്വിരാജ്, മമത മോഹൻദാസ്, ശ്രീനിവാസൻ, നെടുമുടി വേണു തുടങ്ങിയവർ ചിത്രത്തിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു. സെല്ലുലോയിഡ് എന്നാണ് സായിപ്പ് പറയുന്നത്. ഓ, അന്ന് ക്യാപിറ്റാലിൽ കൊണ്ടുപോയി ഡാനിയലെ സിനിമ കാണിച്ചപ്പോഴും ഞാൻ ചോദിച്ചില്ലേ, ഇതിലുള്ള ആളുകളെ എങ്ങനെയാണ് അണങ്ങണത് ഡാനിയലെ? അതല്ലേ ഈ സിനിമയുടെ ടെക്നിക്ക്. ലൂമിയർ ബ്രദേഴ്സ് ആദ്യമായിട്ട് പാരീസിൽ സിനിമ കാണിച്ചപ്പം ട്രെയിൻ വരണത് കണ്ടിട്ട് ശരിക്കുമുള്ള ട്രെയിൻ ആണെന്ന് കരുതി ആളുകൾ എഴിച്ചു ഓടി പോലും. ഈ സിനിമ എന്ന് പറയുന്നതേ ഒരു അത്ഭുതം തന്നെ ജാനറ്റെ. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. എന്തോരോ എനിക്ക് നിമ്മതി വരണില്ല. ഇത് ശരിക്കും പഠിക്കാതെ മറ്റും പഠിച്ചോണ്ടിരിക്കുന്നതല്ലേ ഞാന്. മണിയൻപിള്ള രാജുവിന്റെ മകൻ നിരഞ്ജ് നായക വേഷത്തിലെത്തിയ ബ്ലാക്ക് ബട്ടർഫ്ലൈ പ്രദർശനത്തിനെത്തി. M. രഞ്ജിത്താണ് ചിത്രം സംവിധാനം ചെയ്തത്. പുതുമുഖങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിൽ മിഥുൻ മുരളി, മാളവിക മേനോൻ, സംസ്കൃതി തുടങ്ങിയവർ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഹാസ്യതാരം ടിനി ടോം ആദ്യമായി നായക വേഷത്തിലെത്തുന്നു എന്ന പ്രത്യേകതയോടെയാണ് ഹൗസ്ഫുൾ തിയേറ്ററുകളിലെത്തിയത്. ജ്യോതിർമയിയാണ് ചിത്രത്തിലെ നായിക. ഒറ്റപ്രസവത്തിൽ 4 കുട്ടികൾ ജനിക്കുന്നതും അതിനുശേഷവുമുള്ള ജീവിതവുമാണ് സംവിധായകൻ ലിൻസൺ ആന്റണി ആവിഷ്കരിച്ചിരിക്കുന്നത്. വ്യത്യസ്ത പ്രമേയങ്ങളുമായി എത്തിയ 4 ചിത്രങ്ങളും പ്രേക്ഷകർക്ക് വേറിട്ട അനുഭവങ്ങൾ നൽകുന്നു. ഈ വർഷം പ്രദർശനത്തിനെത്തിയ ചുരുക്കം ചില ചിത്രങ്ങൾ മാത്രം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ഈ ആഴ്ച എത്തിയ ചിത്രങ്ങൾ എല്ലാം തന്നെ മികച്ച നിലവാരം പുലർത്തുന്നവയാണെന്ന് വിലയിരുത്തപ്പെടുന്നു.
എന്റർടൈൻമെന്റ് ഡെസ്ക്, ജയ് ഹിന്ദ് ന്യൂസ്. ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സുധീർ അമ്പലപ്പാട് മൂവി കഫേക്കൊപ്പം ചേരുന്നു. ശ്രീ സുധീർ, സ്വാഗതം മൂവി കഫേയിലേക്ക്. താങ്കളുടെ ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന ചിത്രം മികച്ച പ്രേക്ഷക അഭിപ്രായം തേടി പ്രദർശനം തുടരുകയാണ്. ഒരു സംവിധായകൻ എന്ന നിലയിൽ ഇത് പ്രതീക്ഷിച്ചതാണോ? ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന പ്രതികരണം വളരെ മികച്ചതാണ്. എല്ലാ വിഭാഗത്തിലുള്ള പ്രേക്ഷകരെയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ, പെൺകുട്ടികൾ കൂട്ടത്തോടെ തിയേറ്ററിലേക്ക് എത്തുന്നു. അവരുടെ ഭാഗത്തുനിന്ന് കിട്ടുന്ന പ്രതികരണം വളരെ മികച്ചതാണ്. ഒരേ സ്വരത്തിൽ എല്ലാവരും പറയുന്നത് ഈ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായ ഒരു സിനിമ, എന്തുകൊണ്ടും ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒരു സിനിമയാണ് ഇത് എന്നതാണ്. ഇങ്ങനെ ഒരു സിനിമ ഈ സമയത്ത് ആവശ്യമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമുണ്ടായിരുന്നില്ല. എന്നാൽ ഈ സിനിമ അവതരിപ്പിച്ച ഒരു രീതി തികച്ചും ഇതിന്റെ സ്ക്രിപ്റ്റിംഗിലാണെങ്കിൽ തിരക്കഥയിലാണെങ്കിൽ വളരെയധികം പുതുമയോടെ, എന്നാൽ ഒരുപാട് റിസ്ക് ഉള്ള ഒരു രീതിയിലാണ് ഇതിന്റെ തിരക്കഥാകൃത്തായ ജി കിഷോർ തയ്യാറാക്കിയിരിക്കുന്നത്. മുമ്പ് ഒരുപക്ഷെ മലയാള സിനിമയിൽ സാധാരണ പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ കുറച്ച് പ്രയാസമുള്ള ഒരു രീതി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ആദ്യത്തെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഞാനും കിഷോറും ആ റിസ്ക് ഏറ്റെടുത്തു. കുറച്ച് ചെറിയ ഭയമുണ്ടായിരുന്നു, കാരണം അതിനെ ഏത് തരത്തിൽ സ്വീകരിക്കപ്പെടും എന്നത്. പക്ഷേ നല്ല സിനിമകളെ, പുതുമയുള്ള അവതരണ രീതിയും പരീക്ഷണങ്ങളും കൊണ്ടുവരുന്ന സിനിമകളെ മലയാളി പ്രേക്ഷകർ നല്ല രീതിയിൽ സ്വീകരിക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഈ സിനിമയെ നമ്മൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഇങ്ങനെയൊരു റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ യാതൊരു പ്രശ്നവുമില്ലാതെ ആ തിരക്കഥയിലെ ആ പരീക്ഷണങ്ങളെ പൂർണ്ണ മനസ്സോടെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഇതിന്റെ ഈ സിനിമയുടെ അവതരണ രീതിയും ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട്. നല്ല ചുണയുള്ള പെൺകുട്ടികളെ കണ്ടിട്ടുണ്ടോ എന്നാണ് സിനിമയുടെ പരസ്യ വാചകം തന്നെ. ഇതിൽ ട്രെയിനിൽ വെച്ച് യുവതിയെ ശല്യം ചെയ്യുന്ന വില്ലനെ ഒരു പെൺകുട്ടി ഇടിച്ച് തരിപ്പണമാക്കുന്ന ഒരു രംഗമുണ്ട്. അമൃത എന്ന പെൺകുട്ടി, ഇതേ അനുഭവം തന്നെ അമൃതയുടെ ജീവിതത്തിൽ 2 ദിവസം മുൻപ് ഉണ്ടായി. തനിക്കെതിരെ അസഭ്യവർഷം ചൊരിഞ്ഞ 2-3 പേരെ അമൃത സിനിമാ സ്റ്റൈലിൽ ഇടിച്ചിട്ടു. ഇത് ഒരു ഇമ്പാക്റ്റ് ആയിട്ട് കാണാമോ? ഈ ചിത്രത്തിന്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് ഇതിനെ കാണാമോ? ചിത്രത്തിന്റെ ഇമ്പാക്ട് എനിക്ക് തോന്നുന്നു അമൃത ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ ഈ സിനിമ കണ്ട് ഇറങ്ങുന്ന പെൺകുട്ടികൾ, ക്യാമ്പസിൽ നിന്ന് ഇന്നലെ തളിപ്പറമ്പ് കോളേജിൽ നിന്ന് ഒരു കൂട്ടം പെൺകുട്ടികൾ അവർ സിനിമ കണ്ട് വിളിച്ചിരുന്നു. കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിലെ പെൺകുട്ടികൾ വിളിച്ചിരുന്നു. എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നിന്ന് കൂട്ടത്തോടെ അവർ വിളിച്ചിരുന്നു. അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ സിനിമ വലിയൊരു ഇൻസ്പിറേഷനാണ്, ഞങ്ങൾക്കൊരു ധൈര്യമാണ്, ഞങ്ങൾക്ക് വലിയൊരു ആത്മധൈര്യം നൽകുന്നുണ്ടെന്നാണ്. അമ്മമാരും പലരും വിളിച്ചിട്ട് പറയുന്നത് ഇത് ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങൾക്ക് കുറച്ചുകൂടി അവർക്കൊരു ധൈര്യം കൊടുക്കുന്നു ഈ സിനിമ. അതുകൊണ്ട് ഈ സിനിമ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഈ അമൃതയുടെ കാര്യം പറയുകയാണെങ്കിൽ, അമൃതയെ നമ്മൾ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചുണയുള്ള കുറച്ച് പെൺകുട്ടികളെ നമുക്ക് ഇതിന്റെ ക്ലൈമാക്സിലേക്ക് ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ അന്വേഷിച്ചപ്പോൾ കിട്ടിയ ചില അമൃതയുടെ പ്രൊഫൈലുകൾ ചാനലുകളിൽ, ജയ്ഹിന്ദ് ടിവിയിലടക്കം വന്നിട്ടുള്ള അമൃതയെക്കുറിച്ചുള്ള ചില പ്രൊഫൈലുകൾ, അമൃത നേരത്തെ ഇപ്പോൾ ഇതേപോലെ തന്നെ ചില പിന്നെ കരാട്ട, കളരി ഇതൊക്കെ അഭ്യസിക്കുന്ന കുട്ടിയാണ്. ഒപ്പം ആ ഒരു പേഴ്സണാലിറ്റി ഉള്ള കുട്ടിയാണ്. ഏത് കാര്യങ്ങളോടും വളരെ റിയാക്ട് ചെയ്യുന്ന പ്രതികരണശേഷിയുള്ള ഒരു കുട്ടിയാണ്. അപ്പം ആ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ കണ്ട സമയത്ത് നമ്മൾ ആ കുട്ടിയെ ഈ സിനിമയിലേക്ക് വിളിക്കുകയായിരുന്നു. ആദ്യം അമൃതയെ നമ്മൾ ഈ സിനിമയിൽ ഇങ്ങനെ ഒരു റോള് ചെയ്യണമെന്ന് പറഞ്ഞ സമയത്ത് അമൃത പറഞ്ഞത് എനിക്ക് സിനിമ അഭിനയിക്കാനും അഭിനയമൊന്നും എനിക്കറിയില്ല, പക്ഷെ ഇതിന്റെ സബ്ജക്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട്, പിന്നെ ഈ സബ്ജക്റ്റിന്റെ ഈ പ്രമേയത്തിന്റെ പ്രത്യേകത കൊണ്ട് തീർച്ചയായിട്ടും ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അമൃത ഈ സിനിമയിലേക്ക് വരുന്നത്. വളരെ യാദൃശ്ചികമായിട്ടാണ്. നമ്മൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഈ സ്ത്രീകൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം സൗമ്യയുടെ ദുരന്തം മുതൽ ഡൽഹിയിൽ സംഭവിച്ച നമ്മളെ ഞെട്ടിച്ച ദുരന്തങ്ങൾ വരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷവും അമൃത നേരിട്ടതും കഴിഞ്ഞ ദിവസം അമൃത നേരിട്ടതും ഇതേ വിഷയം തന്നെയാണ്. അപ്പോൾ അമൃതയ്ക്ക് അങ്ങനെ നേരത്തെ അങ്ങനെ ഒരു പ്രതികരണ ഒരു ശേഷി ഉള്ളതുകൊണ്ട് അമൃത ആ തരത്തിൽ റിയാക്ട് ചെയ്തു. ഈ സിനിമയിലെ നായികയെ, ഈ സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യുന്ന അമൃത ആ രീതിയിൽ പ്രതികരിച്ചതിൽ ഞങ്ങൾക്ക് ഈ സിനിമയുടെ എന്താണോ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം, പ്രമേയം, അതിന് അർത്ഥവത്താണെന്നുള്ള രീതിയിൽ ആണ് അത് വന്നിട്ടിരിക്കുന്നത്. മാധ്യമങ്ങളും ആ രീതിയിൽ തന്നെയാണ് അതിനെ കണ്ടിരിക്കുന്നത്. അമൃതയും ഇത് അറിഞ്ഞ ജനങ്ങളും, ഞങ്ങൾ ബ്രേക്കിംഗ് ന്യൂസിലെ താരം
അമൃത ചുണയുള്ള പെൺകുട്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് അമൃതയെയും ജനങ്ങൾ ഇപ്പോൾ കാണുന്നത്. അത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഇത്തരമൊരു കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വരും. പ്രത്യേകിച്ച് തങ്ങളുടെ ആദ്യ സംവിധാന സംരംഭം, അതുപോലെ തന്നെ തിരക്കഥാകൃത്തായ ജി കിഷോറും പുതുമുഖമാണ്. എങ്ങനെ നേരിട്ടു ഈ വെല്ലുവിളികളെ? ഇതിൻ്റെ അകത്ത് ഈ തിരക്കഥ തയ്യാറാക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു കൃത്യമായ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ഈ സിനിമയുടെ ക്ലൈമാക്സ് എന്താവണം, അല്ലെങ്കിൽ ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താവണം, ആ ഒരു ഉദ്ദേശത്തിൽ നിന്ന് യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ എന്താണോ നമുക്ക് ഇതിന് വേണ്ട ഒരു ക്ലൈമാക്സ്, അത് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചിരുന്നു. ഈ സിനിമയിൽ എന്തായിരിക്കണം, ഒരു ജീവന്റെ വില, അത് എത്രമാത്രം വിലപ്പെട്ടതാണ്. ഒരു ജീവനാണ് പ്രധാനം. നഷ്ടപ്പെട്ടാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തത്. അതുകൊണ്ട് ഒരു ജീവൻ എങ്ങനെ നഷ്ടപ്പെടുത്താതിരിക്കാം, ആ തരത്തിൽ ഞങ്ങൾ ഇതിന്റെ ക്ലൈമാക്സ് എന്ത് വേണമെന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ക്ലൈമാക്സിന് വേണ്ടിയിട്ട് നമുക്ക് തിരക്കഥയിൽ തന്നെ അതിന്റെ ഘടനയിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തേണ്ടി വന്നു. അപ്പോൾ ഈ തിരക്കഥയിലെ ഈ പരീക്ഷണവും ഈ റിസ്ക്കും ഈ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം, സ്വാഭാവികമായിട്ട് കാലിക പ്രസക്തിയുള്ള ഒരു വിഷയം, ഇപ്പം നമ്മൾ ഈ വിഷയങ്ങളോടൊക്കെ നമ്മൾ പിന്നെ റോഡിലിറങ്ങി വരെ പ്രതിഷേധിക്കുന്നുണ്ടെങ്കിലും ഡൽഹിയിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ തെരുവിലിറങ്ങി വൻ പ്രതിഷേധമായിട്ട് അതിനെ പെൺകുട്ടികൾ മാറ്റിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ സിനിമയിൽ ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പം അതിനെ ഒരു കലാരൂപം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ തിയേറ്ററിലേക്ക് എത്തുന്ന ആളുകൾക്ക് അത് എത്രമാത്രം ആസ്വാദ്യകരമായിരിക്കുമെന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടായിരുന്നു. പക്ഷേ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ഈ തരത്തിലൊരു നന്മയുടെ പക്ഷത്ത് നിൽക്കുന്ന സിനിമയായിരിക്കണം, സമൂഹത്തിന് ഒരു മെസ്സേജ് നൽകുന്ന സിനിമയായിരിക്കണം എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങൾ തീരുമാനിച്ചതുകൊണ്ട് തന്നെ അത്തരം റിസ്കുകളൊന്നും നമ്മൾ കാര്യമായിട്ട് മുഖവിലക്കെടുക്കാതെയാണ് ഞങ്ങളിത് ഈ സിനിമയുമായിട്ട് മുന്നോട്ട് പോയത്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഉള്ള സംതൃപ്തി എന്ന് പറയുന്നത് ഈ ഒരു സമൂഹത്തിന് ആവശ്യമുള്ള നല്ലൊരു പ്രമേയം നല്ല രീതിയിൽ അവതരിപ്പിച്ചാൽ അത് സ്വീകരിക്കുന്നതിൽ പ്രേക്ഷകർക്ക് യാതൊരു മടിയുമില്ല എന്ന് ഇതിന്റെ ഈ ബ്രേക്കിംഗ് ന്യൂസ് ലൈവിന്റെ വിജയത്തിലൂടെ, തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസിലൂടെ ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ശ്രീ സുധീർ, അവസാനമായി താങ്കൾക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഈ സിനിമ കാണാൻ കേരളത്തിലെ സ്ത്രീ സമൂഹം, സഹോദരിമാർ, അമ്മമാർ, പെങ്ങന്മാർ, ഇവരെല്ലാവരും തിയേറ്ററിലെത്തണം. മകളെ സ്നേഹിക്കുന്ന, സഹോദരിയെ സ്നേഹിക്കുന്ന, അമ്മയെ സ്നേഹിക്കുന്ന, ഭാര്യയെ സ്നേഹിക്കുന്ന എല്ലാ തരത്തിലുള്ള ജനവിഭാഗവും ഈ സിനിമ കാണാൻ തിയേറ്ററിലെത്തണം. അങ്ങനെ ഈ സമൂഹത്തിൽ ഒരു ചെറിയ ഒരു നന്മയുടെ അംശം ഈ സിനിമയിലൂടെ പ്രകാശിതമാവുന്നുണ്ടെങ്കിൽ അത് ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമായിരിക്കുമെന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ ചെന്നിട്ട് എല്ലാ പ്രേക്ഷകരും, എല്ലാവിധത്തിലുള്ള പ്രേക്ഷകരും കാണണമെന്നതാണ് ഞങ്ങൾക്ക് ഈ വേളയിൽ പ്രേക്ഷകരോട് ആവശ്യപ്പെടാനുള്ളത്. നന്ദി ശ്രീ സുധീർ. മൂവി കഫേക്കൊപ്പം ചേർന്നതിന്. ഇനിയും നല്ല ചിത്രങ്ങൾ താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.